കോഴിക്കോട് താമരശ്ശേരിയിൽ ഡോക്ടറെ വെട്ടിപ്പരിക്കേൽപ്പിച്ചതിൽ തെല്ലും കുറ്റബോധമില്ലാതെ പ്രതി സനൂപ്. തന്റെ ആക്രമണം ആരോഗ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പിനും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും ഡെഡിക്കേറ്റ് ചെയ്യുന്നുവെന്ന് ആയിരുന്നു സനൂപിന്റെ പ്രതികരണം. അതേസമയം സനൂപിനെതിരെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. ഡോക്ടർമാർ ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കും. തെല്ലും കുറ്റബോധമില്ലാതെയാണ് ഡോക്ടറെ വെട്ടിപ്പരിക്കേൽപ്പിച്ച പ്രതി സനൂപ് മെഡിക്കൽ പരിശോധനയ്ക്കായി പോലീസിനൊപ്പം പുറത്തെത്തിയത്. തന്റെ ആക്രമണം ആരോഗ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പിനും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും ഡെഡിക്കേറ്റ് ചെയ്യുന്നുവെന്നായിരുന്നു സനൂപിന്റെ ആദ്യ പ്രതികരണം. അറസ്റ്റിലായ പ്രതി സനൂപിനെതിരെ വധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തത്. വധശ്രമത്തിന് പുറമെ അതിക്രമിച്ചു കയറി ആക്രമിക്കുക, ആയുധം ഉപയോഗിച്ച് മർദ്ദിക്കുക എന്നീ വകുപ്പുകളും ആശുപത്രി സംരക്ഷണ നിയമത്തിലെ 3-4 വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. അതേസമയം മരിച്ച മകൾ അനന്യയ്ക്ക് മതിയായ ചികിത്സ ലഭിച്ചില്ലെന്നും ആശുപത്രി അധികൃതർ കുടുംബത്തെ കബളിപ്പിക്കുകയായിരുന്നു എന്നുമുള്ള ആരോപണവുമായി സനൂപിന്റെ ഭാര്യ രംഗത്തു വന്നു. കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരിച്ച മകളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വാങ്ങാനെത്തിയ സനൂപിനോടും ഭാര്യയോടും ഡോക്ടർ പറഞ്ഞത് പനി ബാധിച്ചാണ് മകൾ മരിച്ചതെന്നായിരുന്നു. ഇതോടെ സനൂപ് വലിയ മനോവിഷമത്തിലായിരുന്നെന്ന് ഭാര്യ പറയുന്നു. ഫോറൻസിക് ഡോക്ടറെ അടുത്തും അവിടെയുള്ള കാര്യങ്ങളിൽ നമ്മൾ പോസ്റ്റ്മോർട്ടത്തിന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് അമീബിക്കല്ല, കുട്ടിക്ക് അമീബിക്കില്ല. ഒരാഴ്ച മുന്നേ നമ്മൾ ഈ 2 ആഴ്ച ഇപ്പോൾ ഹോസ്പിറ്റലിൽ ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം പോയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്. അപ്പോൾ അവർ പറയുന്നത് കുട്ടിയുടെ ഒരു തലച്ചോറിൻ്റെ ഒരു റിസൾട്ട് വരണ്ടാകും കൂടി വന്നാലേ അമീബിക്കാണോ അല്ലേന്ന് പറയാൻ പറ്റുള്ളൂ എന്നാണ്. പക്ഷെ നമ്മൾ പോയി അന്വേഷിച്ച് ഇന്നലെ മിനിയാന്ന് പോയി അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല, റിസൾട്ട് അമീബിക്കല്ല കുട്ടിക്ക് വന്നത്. കുട്ടിക്ക് വെറും പനി ബാധിച്ച് കയ്യിൽ നിന്ന് പോയതാണ് കുട്ടി. മസ്തിഷ്ക ജ്വരം ബാധിച്ചല്ല 9 വയസ്സുകാരി അനന്യ മരിച്ചതെങ്കിൽ അത് ആരോഗ്യമേഖലയിലെ ഗുരുതര വീഴ്ചയായിരിക്കും. ആ വീഴ്ച മറച്ചുവെക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് 9 വയസ്സുകാരിയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് പോലും ആശുപത്രിയിൽ നിന്ന് നൽകാത്തതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ജനം, കോഴിക്കോട്.